ഹായ് ഓൾ, എന്റെ പേര് രേഷ്മ. നമ്മള് നേരത്തെ ക്ലാസ്സില് ഈ ഫസ്റ്റ് യൂണിറ്റിലെ കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടായിരുന്നു. ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു ബ്രീഫ് തരാം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പഠിച്ചു, അതുപോലെ എന്താണ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പഠിച്ചു. ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ പഠിച്ചു. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാ, ചാലഞ്ചസ് എന്തൊക്കെയാ എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്തൊക്കെയാണ് മെയിൻ സ്റ്റെപ്സ്, HR പ്ലാനിങ്ങിനെയും ബിസിനസ് സ്ട്രാറ്റജിനെയും തമ്മിൽ അലൈൻ ചെയ്യാനുള്ള കീ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ദി ബിസിനസ് സ്ട്രാറ്റജി. അതായത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർഗനൈസേഷന് ഒരുപാട് ഫ്യൂച്ചർ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോ ആ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങള് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ബിസിനസ് സ്ട്രാറ്റജി യൂസ് ചെയ്താലാണ് പറ്റുക എന്നുള്ളതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ ഓർഗനൈസേഷന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, എത്ര കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം വേണം ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കാൻ. അതുപോലെ ഓൾറെഡി ഉള്ള വർക്ക് ഫോഴ്സ്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്, ആ എംപ്ലോയീസില് നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് അലൈൻ ചെയ്ത് പോണ ആൾക്കാർ ആരൊക്കെയാണ്, അവരുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ആ സ്കിൽസിൽ അല്ലെങ്കിൽ നോളേജിലുള്ള ഗ്യാപ്പ് എന്തൊക്കെയാണ്, അവരുടെ ടോപ്പ് എബിലിറ്റീസ്, ടോപ്പ് സ്കിൽസ് എന്തൊക്കെയാന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമുക്ക് വേണ്ടതും അവരുടെ കയ്യിലുള്ളതും ഇതിന്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡെവലപ്പ് HR സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ്. നേരത്തെ പറഞ്ഞത് ബേസ് ചെയ്ത് നമുക്കിപ്പോ ഓർഗനൈസേഷന്റെ ഗോൾ എന്താന്ന് മനസ്സിലായി. ഇപ്പൊ ഉള്ള വർക്ക് ഫോഴ്സിൽ എത്ര സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ട്, എത്ര സ്കിൽഡ് എംപ്ലോയീസ് ഇല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുക. അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പോരാത്തതിന് ഓൾറെഡി നമുക്ക് സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി സ്കിൽഡ് ഫോഴ്സ് ആവശ്യമാണ്, വർക്ക് ഫോഴ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ, കാൻഡിഡേറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഡെവലപ്പ് HR സ്ട്രാറ്റജീസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ബിസിനസ് സ്ട്രാറ്റജി എന്തൊക്കെയാന്നൊക്കെ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ ഉള്ള വർക്ക് ഫോഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അവരുടെ സ്കിൽസ് എന്താണ്, ആ സ്കിൽസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്താന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാകത്തിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങൾ, നമ്മുടെ പ്ലാന് ക്ലിയർ ആയിട്ട് എംപ്ലോയീസിനും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. പ്രോപ്പർ ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻ ഫ്യൂച്ചർ ചെയ്യാൻ പോകുന്നത്, ഇന്ന സ്ട്രാറ്റജീസ്, ബിസിനസ് സ്ട്രാറ്റജീസ് ആണ്, HR സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇനി കമ്പനിയിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷന്റെ ഗോൾസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ അലൈൻ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ അത് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ക്ലിയർ ഐഡിയ എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുക. ദെൻ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത HR സ്ട്രാറ്റജീസ് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഫോർ എക്സാമ്പിൾ, അത് എത്രത്തോളം എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, എംപ്ലോയീസ് പോകുന്നത്, അബ്സ്കോണ്ട് ചെയ്ത് പോകുന്നത്, ആ ടേൺ ഓവർ റേറ്റ്സിനെ എത്രത്തോളം അത് ഇഫക്ട് ചെയ്തിട്ടുണ്ടെന്നും, എംപ്ലോയി എൻഗേജ്മെന്റ് അതുപോലെ എംപ്ലോയി പെർഫോമൻസ് ഇത് രണ്ടിനെയും എത്രത്തോളം ബാധിച്ചിട്ടതും ഒക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ ജസ്റ്റ് ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് മാത്രമല്ല, പ്രോപ്പർ ഇന്റർവെൽസിൽ
കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് HR സ്ട്രാറ്റജീസ്. പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുക. അതുപോലെ ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുവാണെങ്കിൽ അതിനനുസരിച്ച് HR സ്ട്രാറ്റജീസ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ബിസിനസ് എൻവയോൺമെന്റിൽ നല്ല എഫക്റ്റീവായി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനനുസരിച്ചിട്ട് അലൈൻ ചെയ്തിട്ട് പോവാം. മെയിൻ സ്റ്റെപ്സ് അതൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് എന്താണ്, ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കുക. ഇപ്പൊ ഉള്ള വർക്ക് ഫോഴ്സിനെ അനലൈസ് ചെയ്തിട്ട് സ്കിൽസ് എന്തൊക്കെയാ, സ്കിൽ ഗ്യാപ്പ് എന്തൊക്കെയാന്നൊക്കെ മനസ്സിലാക്കുക. ആ ഗ്യാപ്പ് നികത്താൻ പാകത്തിന് ട്രെയിനിങ് കൊടുക്കുക, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. റിക്രൂട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ ഉള്ള കറന്റ്ലി ഉള്ള എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി എന്തൊക്കെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ ഇംപ്ലിമെന്റ് ചെയ്ത ആ ഒരു സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതിന്റെ ഇഫക്ട്സ് എന്തൊക്കെയാന്ന് മനസ്സിലാക്കുക. പിന്നെ കണ്ടിന്യൂസ് ഇന്റർവെല്ലില് റിവ്യൂ ചെയ്ത് ഇപ്പോഴത്തെ ബിസിനസ് സ്ട്രാറ്റജിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരുത്തുക. ഇനി നെക്സ്റ്റ്, ഈ HR പ്ലാനിങ് പ്രോസസ്സിൽ HR പ്രൊഫഷണൽസിന്റെ റോൾ എന്താണ്? അതിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരം ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. HR പ്ലാനിങ് പ്രോസസ് ആണ്. അപ്പൊ അതിലെ HR പ്രൊഫഷണൽസിന്റെ റോള് വളരെ വലുതാണ്. HR സ്ട്രാറ്റജീസ് കറക്റ്റ് ആയിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ്, ഓർഗനൈസേഷന്റെ ബിസിനസ് സ്ട്രാറ്റജിയുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രാറ്റജീസും പ്രോഗ്രാംസും ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സിന്റെ സ്കിൽസ്, നോളേജ്, എബിലിറ്റീസ് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട് ചെയ്യുക. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ റിട്ടൈൻ ചെയ്തു പോവുക. അതായത് വർക്ക് ഫോഴ്സ് ഈ അബ്സ്കോണ്ട് ചെയ്യുന്ന ആ ഒരു ഇത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ HR കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. അതേപോലെ അവരുടെ എംപ്ലോയീസിന്റെ പ്രോപ്പർ ഇന്റർവെൽസിൽ അവരുടെ സ്കിൽസിനനുസരിച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടത്തുക. പെർഫോമൻസ്, ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് അവർക്ക് അപ്രൈസൽ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ കറക്റ്റ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ഏറ്റവും ടോപ്പ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടുപിടിച്ചിട്ട് ഫ്യൂച്ചറിലെ ലീഡർഷിപ്പ് റോൾസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ആരെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തെടുക്കുക. പിന്നെ ഈ എംപ്ലോയീസിന്റെ ടേൺ ഓവർ റേറ്റ് ആണെങ്കിലും അതുപോലെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് പോവുക. ഈ HR സ്ട്രാറ്റജീസ് വെച്ചിട്ട് എങ്ങനെ എംപ്ലോയീസിന്റെ വർക്കിങ്ങിലെ കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ലീഗൽ സ്റ്റാൻഡേർഡ്സ്, ഓരോ കൺട്രിയിലും ഓരോ ഗവൺമെന്റ് പോളിസീസ് കാര്യങ്ങളുണ്ട്. ആ ലീഗൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് മാച്ച് ചെയ്ത് എൻഷുർ ചെയ്തിട്ടാണോ ഈ HR പ്രാക്ടീസസ് മുന്നോട്ട് പോകണമെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ HR അണ്ടറിൽ വന്നിരിക്കുന്നതാണ്. അപ്പൊ HR പ്ലാനിങ്ങിലെ HR പ്രൊഫഷണൽസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും ഓരോ സ്കിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സ്കിൽ ഗ്യാപ്പ് നികത്തണതാണെങ്കിലും പെർഫോമൻസ് അപ്രൈസൽ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഓർഗനൈസേഷന്റെ എന്ത് സ്കിൽസ് ആണ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടതെന്ന് മനസ്സിലാക്കുന്നതാണെങ്കിലും ഒക്കെ HR അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ബിസിനസ് ലീഡേഴ്സ് ഇൻ ദി HR പ്ലാനിങ് പ്രോസസ്. HR പ്ലാനിങ് പ്രോസസ്സിൽ ബിസിനസ് ലീഡേഴ്സിന്റെ റോൾ എന്താണ്? ബിസിനസ് ലീഡേഴ്സ് ആണ് അവരുടെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, അവരിനി ഏത് ദിശയിലാണ് പോകേണ്ടത്, എന്ത് ഒബ്ജക്റ്റീവ്സ് ആണ് അവർക്ക് ഉള്ളത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ബിസിനസ് ലീഡേഴ്സ് ആണ്. ആ ബിസിനസ് ലീഡേഴ്സ് ഉണ്ടാക്കുന്ന ബിസിനസ് സ്ട്രാറ്റജിക്ക് അനുസരിച്ചിട്ടാണ് HR പ്ലാൻസ് അല്ലെങ്കിൽ HR ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കേണ്ടത്. പിന്നെ അവരുടെ കയ്യിലാണ് ഓർഗനൈസേഷന്റെ ഡിസിഷൻസ് കംപ്ലീറ്റ് ഇരിക്കുന്നത് ബിസിനസ് ലീഡേഴ്സിന്റെ കയ്യിലാണ്. അതായത് എന്ത് തീരുമാനങ്ങൾ എടുക്കണം, എങ്ങനത്തെ ഇൻവെന്ററീസ് യൂസ് ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് എടുക്കണം എന്നുള്ള ഫുൾ ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളത് ബിസിനസ് ലീഡേഴ്സിന്റെയിലാണ്. പിന്നെ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. HR പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് എന്ത് ബിസിനസ് സ്ട്രാറ്റജീസിനെ അതുപോലെ ഓർഗനൈസേഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ എങ്ങനെയാണ് HR സ്ട്രാറ്റജീസ് ഹെൽപ്പ് ചെയ്യുക, ഇവര് തമ്മിൽ അലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവര് വേണം കൊലാബറേറ്റ് ചെയ്ത് പോവാൻ. കാരണം ഈ ബിസിനസ് ലീഡേഴ്സ് ആണ് ഈ ബിസിനസ് സ്ട്രാറ്റജീസ് അലൈൻ ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഗോൾസ് ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരാണ് ബിസിനസ് ലീഡേഴ്സ് ആണ്. അവരുടെ ഡിസിഷൻ
ഉണ്ടെങ്കിൽ മാത്രം അവരങ്ങനെ ഒരു ഡിസൈഡ് ചെയ്താൽ മാത്രമാണ് HR പ്ലാന് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇനി എന്തുകൊണ്ടാണ് ഈ രണ്ട് HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് പോണേന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, അലൈൻമെന്റ് ഓഫ് HR ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ HR പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ HR സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നു, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നു, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, ആ സ്ട്രാറ്റജീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് HR പ്രൊഫഷണൽസ് ആണ്. ബിസിനസ് ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നു, അതിന് HR കൊളാബറേറ്റ് ചെയ്ത് പോവാന്ന് പറയും. ആ HR-ഉം ബിസിനസ് പ്രൊഫഷണൽസും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ് എംപ്ലോയീസിനെയും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെയും തമ്മിൽ കണക്ട് ചെയ്തു പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. അവരുമായിട്ട് ഈ ബിസിനസ് ലീഡേഴ്സ് കണക്ട് ചെയ്ത് പോയാലാണ് പ്രോപ്പർ ആയിട്ട് ഈ ബിസിനസ് സ്ട്രാറ്റജി കാര്യങ്ങള് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മിലുള്ള കോപ്പറേഷൻ ഉറപ്പായിട്ടും വേണം. രണ്ടാമത്തെ കാര്യം, HR പ്രൊഫഷണൽസിന് ഈ ബിസിനസ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം HR സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ. അതായത് ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് വേണം HR-ന് ചെയ്യാൻ. അതേപോലെ ബിസിനസ് ലീഡേഴ്സ് അവരുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് HR പ്രൊഫഷണൽസിനെ ഗൈഡ് ചെയ്താൽ മാത്രമാണ് ഈ HR ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്ലാൻസ് കൊണ്ട് ഓർഗനൈസേഷന്റെ സക്സസിന് കാരണമാവുള്ളൂ. പ്രോപ്പർ ഗൈഡൻസും പ്രോപ്പർ ഡയറക്ഷൻസും ബിസിനസ് ലീഡേഴ്സ് HR പ്രൊഫഷണൽസിന് കൊടുക്കണം. ദെൻ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇമ്പോർട്ടൻസ് പറഞ്ഞു, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ എന്ത് വരും? ചാലഞ്ചസ് വരും. അതിലെ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ HR പ്ലാനിങ്ങും ഓർഗനൈസേഷൻ ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ വളരെയധികം ഡിഫറൻസ് വരും. HR സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപ്ലോയീസിന്റെ വർക്ക് ഫോഴ്സിന്റെ, അതായത് എംപ്ലോയീസ് അഥവാ വർക്ക് ഫോഴ്സിന്റെ സ്കിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുക്കുക, അതൊക്കെയാണ് HR-ന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ ബിസിനസ് ലീഡേഴ്സിന്റെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർഗനൈസേഷനിലെ ഗോൾസ് കാര്യങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും, അതിന് ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അവരുടെ മൈൻഡിലുള്ളത്. ഈ HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മില് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് ഇല്ലാതെ വന്ന, അവര് തമ്മില് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോവാതെ വന്ന, HR പ്ലാനിങ് ഒരു വഴിക്കും ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി വേറൊരു വഴിക്കും പോവാണ്, രണ്ടുപേരുടെയും ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിൽ ഡിഫറൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവയെ തമ്മിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി വരും. അതേപോലെ തന്നെ എന്തെങ്കിലും റിസോഴ്സസിൽ ലിമിറ്റേഷൻസ് വരികയാണെങ്കിൽ, സ്റ്റാഫിന്റെ എണ്ണം കുറവോ അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറവോ സമയമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിലും ഈ മറ്റേ HR സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. കോസ്റ്റ്, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യാനോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നടത്താനോ ഒന്നും പറ്റില്ല. അപ്പോ അതും ലിമിറ്റഡ് റിസോഴ്സസും ഇതിന് വലിയൊരു ചാലഞ്ച് ആയിട്ട് മാറും. ഒന്ന്, ഈ HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മിലുള്ള ആ ഒരു ഒത്തുചേർച്ച ഇല്ലാണ്ടിരിക്കുക. അതെന്ന് വെച്ചാൽ നമ്മള് HR-ന് ഇഷ്ടപ്പെട്ട തോന്നിയ പോലെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു, ബിസിനസ് ലീഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് പേഴ്സണൽസ് അതിനനുസരിച്ചിട്ടുള്ള വേറെ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു. ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ, രണ്ടാളുടെയും ഗോൾസ് വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നം വരും. അതേപോലെ തന്നെ നമുക്ക് ആ ഓർഗനൈസേഷന്റെ നീഡ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിന് റിസോഴ്സസ് കാര്യങ്ങൾ ഇല്ലെങ്കിലും അതും ഈ ബിസിനസ് പ്ലാനിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. ഇത് രണ്ടും ചാലഞ്ചസ് ആണ്. അതേപോലെ തന്നെ ഈ HR സ്ട്രാറ്റജീസ്, പ്രോഗ്രാംസ് ഇതൊക്കെ എംപ്ലോയീസും കൂടി സപ്പോർട്ട് ചെയ്യണം. എംപ്ലോയീസ് ആണെങ്കിലും അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും HR പ്രൊഫഷണൽസും ഈ
എല്ലാവരും തമ്മിൽ ഒത്തുപോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈ HR പ്രൊഫഷണൽസ് ഉണ്ടാക്കുന്ന HR സ്ട്രാറ്റജീസ് എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും ഒന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു കാര്യങ്ങൾ നെസസറി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. റെസിസ്റ്റൻസ് ചേഞ്ച്, അതായത് എംപ്ലോയീസിനും ഷെയർ ഹോൾഡേഴ്സിനും ഒന്നും ഈ സ്ട്രാറ്റജീസ് പറ്റില്ല, ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാനുള്ളത് പറ്റില്ല, അവരെ ഓപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് വരും. പിന്നെ ഈ HR സ്ട്രാറ്റജീസ് ബാക്കിയുള്ള കാര്യങ്ങളും പ്ലാനിങ്ങും ഇതാക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ വേണം നമുക്ക്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കളക്ട് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെ ഈ എംപ്ലോയീസിന്റെ ടേൺ ഓവർ റേറ്റ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡാറ്റ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് HR പ്ലാനിങ് നടത്താൻ പറ്റില്ല. ഡാറ്റ ഉണ്ടെങ്കിലാണ്, ഡാറ്റയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് HR പ്ലാനിങ്ങും HR സ്ട്രാറ്റജീസും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ലോ ചേഞ്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻ കൊണ്ടുവന്നു, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കണോമിക് എൻവയോൺമെന്റിൽ റിസഷൻ കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ അലൈൻ ചെയ്ത് പോവാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിട്ട് മാറും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR പ്രൊഫഷണലും ബിസിനസ് ലീഡേഴ്സും തമ്മിലുള്ള ഒരു അലൈൻമെന്റ് ഇല്ലാതെ വരിക, അതല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസ്, സ്റ്റാഫോ അല്ലെങ്കിൽ ബഡ്ജറ്റോ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഈ എംപ്ലോയീസോ ഷെയർ ഹോൾഡേഴ്സോ നമ്മൾ കൊണ്ടുവരുന്ന HR സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു ചേഞ്ച് ഓക്കെ എന്നുള്ള രീതിയിൽ വരില്ല. അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ ചേഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഡാറ്റ നമ്മുടെ കയ്യിലില്ല, അതായത് എംപ്ലോയി എൻഗേജ്മെന്റിനെ കുറിച്ചിട്ടോ അവരുടെ സ്കിൽസിനെ കുറിച്ചിട്ടോ അവരുടെ പെർഫോമൻസ് മെട്രിക്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല, ഡാറ്റയുടെ കുറവ്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് ആവാം, ലോ ആവാം, റെഗുലേഷൻസ് എന്തെങ്കിലും കൊണ്ടുവരുന്നതാവാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ബിസിനസ് എൻവയോൺമെന്റിൽ വന്ന ചേഞ്ചസ് ആവാം. അതെല്ലാം നമ്മുടെ HR പ്ലാനിങ്ങിന്റെ അലൈൻമെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ ഒരു ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്ത്, ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് കൊണ്ടാണ് ഈ HR പ്ലാനിങ്ങിന്റെ ബിസിനസ് സ്ട്രാറ്റജിയുടെയും അലൈനിങ് ഉറപ്പുവരുത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കണം. സ്ട്രാറ്റജീസ് ഫോർ ഓവർകമ്മിങ് ദീസ് ചാലഞ്ചസ് ആൻഡ് ensuring that HR planning remains aligned with the overall business strategy. First thing, ഏതൊരു പ്ലാനിങ് പ്രോസസ്സ്, ഏതൊരു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വേണമെങ്കിലും ആദ്യം വേണ്ടത് എന്താ? കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ ആയിട്ട് ഐഡിയാസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ചാലഞ്ചുകളൊക്കെ ഫേസ് ചെയ്തിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതെ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ വിചാരിക്കാം. നമുക്കൊരു പാർട്ട്ണറെ വേണം. ആ ഒരു പാർട്ട്ണറോട്, നമ്മൾ പാർട്ട്ണറായി എടുക്കാൻ പോകുന്ന ആളോട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബിസിനസ് സ്ട്രാറ്റജീസ് എന്താണ്, എന്തൊക്കെയാണ് പ്ലാൻസ് എന്ന് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അതൊരു സക്സസ് ആവുള്ളൂ. അതേപോലെ HR പ്രൊഫഷണൽസ് ആയാലും ബിസിനസ് ലീഡേഴ്സ് ആയാലും പരസ്പരം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്താണ് ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് ബിസിനസ് ലീഡേഴ്സ് പ്രോപ്പർ ആയിട്ട് HR കമ്മ്യൂണിക്കേറ്റ് ചെയ്താലാണ് അതിനനുസരിച്ചിട്ടുള്ള HR സ്ട്രാറ്റജീസ്, HR പ്ലാൻസ് HR ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് തിങ് കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തെ മെയിൻ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. 2, കൊളാബറേഷൻ എന്നുള്ളതിന്റെ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആണ് ഈ ഒരു അലൈനിങ് എന്ന് പറഞ്ഞ സംഭവം. ബിസിനസ് സ്ട്രാറ്റജി HR പ്ലാനിങ്ങും തമ്മിൽ അലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ ഒരു നല്ല പാർട്ട്ണർഷിപ്പ് വേണം. അതായത് ഈ HR കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസ് ഓർഗനൈസേഷൻ ബിസിനസ് സ്ട്രാറ്റജീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് 2 കൂട്ടരും ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം, ഈ HR മെട്രിക്സ്, അതായത് ടേൺ ഓവർ റേറ്റ് എത്രയാണ്, എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റ്, എംപ്ലോയീസിന്റെ സ്കിൽസ്, പെർഫോമൻസ് മെട്രിക്സ്, അതെല്ലാം പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം വേണം HR സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അപ്പോ ഡാറ്റ അനാലിസിസ് വേറൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. പിന്നെ
ഈ ഒരു ഡാറ്റ കിട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആയി കൊളാബറേഷൻ ഓക്കെ ആയാലും നമുക്ക് ഈ ഒരു അലൈനിങ് നടക്കില്ല. അതിന് വേണ്ട റിസോഴ്സ് അലോക്കേഷൻ പറഞ്ഞാൽ അതില് ക്യാഷ് ബഡ്ജറ്റ് ആവാം, അതല്ലെങ്കിൽ അതിൻ്റെതായ സമയമാവാം, സ്റ്റാഫ് റിക്വയർമെന്റ് ആവാം. ചിലപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതിനൊക്കെ റിസോഴ്സ് വേണം. അപ്പൊ റിസോഴ്സ് അലോക്കേഷൻ വേണം. അപ്പൊ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ഡാറ്റ അനാലിസിസ്, റിസോഴ്സ് അലോക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ഡാറ്റ അനാലിസിസ്, റിസോഴ്സ് അലോക്കേഷൻ. ഈ 4 കാര്യങ്ങളും മെയിൻ ഘടകങ്ങളാണ്. ഇനി അലൈനിങ് HR പ്ലാനിങ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എന്ത് അഡ്വാൻറ്റേജ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാവണമെന്ന്. ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ ആദ്യത്തിലേ പറയുന്നുണ്ട്, അട്രാക്ടിങ് ആൻഡ് റിട്ടൈനിങ് ടാലന്റ്. അതായത് ഒരു പ്രോപ്പർ ആയിട്ട് HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജീസും തമ്മിൽ അലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ HR കറക്റ്റ് ആയിട്ട് അറിയാം ഏത് എംപ്ലോയീസിനെയാണ്, ഏത് സ്കില്ലുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഏത് സ്കില്ലുള്ള എംപ്ലോയീസിനെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എംപ്ലോയീസിന്റെ സ്കിൽസ് എന്തൊക്കെയാണ്, അവർക്ക് വരണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവര് ജോബിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവഴി ഈ ടേൺ ഓവർ റേറ്റുകൾ കുറയ്ക്കാൻ പറ്റും. അതായത് എംപ്ലോയീസ് ഈ അബ്സ്കോണ്ട് ചെയ്ത് പോണ റേറ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പിന്നെ എംപ്ലോയീസിന്റെ എൻഗേജ്മെന്റ് കൂടണ വഴി അവരുടെ വർക്കിംഗ് പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതുവഴി ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് നല്ല രീതിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഏതൊരു എംപ്ലോയിക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കമ്പനിയിൽ നിന്ന് പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഈ HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ അലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനും റിട്ടൈൻ ചെയ്യാനും പറ്റും. അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കാൻ പറ്റും. അതുവഴി ടേൺ ഓവർ റേറ്റ് കുറച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. ഈ നമുക്ക് ഏതൊരു എംപ്ലോയീസിന്റെ എടുത്താലും അവരുടെ സ്കിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോപ്പർ ട്രെയിനിങ് ഡെവലപ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും. പെർഫോമൻസ് ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കസ്റ്റമർ സർവീസ് ആണെങ്കിലും പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും കൂട്ടാനും അതിലെല്ലാം പ്ലസ് ആയിരിക്കും, പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ കറക്റ്റ് ആയിട്ട് ഈ എംപ്ലോയീസിന്റെ സ്കിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളും പുറത്തു വരും. അതായത് ഓരോരോ എംപ്ലോയീസിന്റെയും സ്കിൽസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ വളരെ സ്കിൽഡ് ആയിരിക്കും. ആ സ്കില്ല് പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ എംപ്ലോയീസിനും ചിലപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരും. ആ ഐഡിയാസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കൊണ്ടുപോവാൻ നടത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. പുതിയതായിട്ട് പല ഐഡിയാസും എംപ്ലോയീസിന് ഉണ്ടാവും, ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് വളരെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണത്, കസ്റ്റമേഴ്സിന്റെ നീഡ് മീറ്റ് ചെയ്യാൻ. വേറൊരു കാര്യം ഇതുകൊണ്ടുള്ളത് എല്ലാതും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന് അറിയാം ഇന്നെണ്ണം പുതിയ ചാലഞ്ചസ് ആണ് വരാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ട് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ എന്ത് വ്യത്യാസം വന്നാലും ആ ഓർഗനൈസേഷൻ അതുമായിട്ട് അഡാപ്റ്റബിൾ ആയിട്ട് പോവാൻ പറ്റും. വലിയ ഇഷ്യൂസ് ഒന്നും വരാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എന്തൊക്കെയാണ്, ഈ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അവരെ നമുക്ക് റിട്ടൈൻ ചെയ്ത് പോകാൻ പറ്റും. അതുവഴി എംപ്ലോയി എൻഗേജ്മെന്റ് കൂട്ടാൻ മീൻസ് ഈ ടേൺ ഓവർ റേറ്റ് കുറച്ച് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. അതുവഴി പ്രൊഡക്ടിവിറ്റിയും കൂട്ടിയിട്ട് ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ, ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുന്നത് വഴി എംപ്ലോയീസിന്റെ സ്കിൽസും അവരുടെ ക്യാപ്പബിലിറ്റീസും ഇംപ്രൂവ് ചെയ്യുന്നത് വഴി ഓർഗനൈസേഷന്റെ ഗോൾസ് കാര്യങ്ങള്
കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസ് എൻകറേജ് ചെയ്യുക ത്രൂ ഈ ഓർഗനൈസേഷന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ചിലപ്പോൾ എംപ്ലോയീസിന്റെ സ്കിൽസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് ത്രൂ കിട്ടും. അവർക്ക് ഐഡിയാസ് കാര്യങ്ങൾ ഉണ്ടാവും, അത് ത്രൂ നമുക്ക് ചിലപ്പോ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇനി മാർക്കറ്റിൽ എന്ത് പെട്ടെന്ന് ചേഞ്ച് വന്നാലും അതിന് കുറച്ചും കൂടി അഡാപ്റ്റബിൾ ആയിരിക്കും ഓർഗനൈസേഷനും എംപ്ലോയീസും, സ്കിൽസ് ഡെവലപ്മെന്റ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് വഴി. ഇനി മൊത്തം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഏകദേശം കൺക്ലൂഷൻ പറയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് HR പ്ലാനിങ് എന്താണ്. HR പ്ലാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓർഗനൈസേഷന്റെ ഗോൾസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ എംപ്ലോയീസ്, വർക്ക് ഫോഴ്സ് എത്രത്തോളം വേണം, എങ്ങനത്തെ സ്കില്ലുള്ള ആൾക്കാരാ വേണ്ടത്, നമ്മുടെ ഓൾറെഡി സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ടോ, അവരുടെ സ്കിൽ ഗ്യാപ്പ് എന്തൊക്കെയാണ്, അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, ഇതൊക്കെ വരണതാണ് HR പ്ലാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് അലൈൻമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് സ്ട്രാറ്റജി, അതായത് ഓർഗനൈസേഷന്റെ ഗോൾസ് എന്താണോ അതിനനുസരിച്ചിട്ട് അത് മീറ്റ് ചെയ്യാൻ പാകത്തിന് ബിസിനസ് സ്ട്രാറ്റജിയും HR പ്ലാനിങ്ങും തമ്മിൽ അലൈൻ ചെയ്ത് പോവാന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കറക്റ്റ് ഒരു പൊസിഷനിൽ, റൈറ്റ് ടാലന്റില് റൈറ്റ് റോളില് കിട്ടുള്ളൂ. പിന്നെ അതിൽ HR-ന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ഉറപ്പായിട്ടും ബിസിനസ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കണം, വർക്ക് ഫോഴ്സിന്റെ നീഡ് എന്തൊക്കെയാന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ HR സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇനി ചാലഞ്ചസ് നമ്മൾ പറഞ്ഞു നേരത്തെ, ചിലപ്പോൾ റിസോഴ്സിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, പിന്നെ എംപ്ലോയീസ് ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യും, ചേഞ്ച് റെസിസ്റ്റ് ചെയ്യണ ആൾക്കാരുണ്ടാവാം. അതുപോലെ മേ ബി ഈ HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മിലുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലെങ്കിൽ, അവര് തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഇക്കണോമിക്കലി എന്തെങ്കിലും പ്രശ്നം വരിക, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം വരിക, മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരിക, അതൊക്കെ ചാലഞ്ചസ് ആണ്. ഇതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, പിന്നെ കറക്റ്റ് ആയിട്ട് ഡാറ്റ പെർഫോമൻസ് മെട്രിക്സ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, പിന്നെ ഈ ഷെയർ ഹോൾഡേഴ്സിനും എംപ്ലോയീസിലും പ്രോപ്പർ ആയിട്ട് എന്താണ് നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുക, അതൊക്കെ സൊല്യൂഷൻസ് ആണ്. ഇനി ഇത് വഴിയുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടാലന്റുകൾ എന്താണ്, ഏറ്റവും എല്ലാ ഫീൽഡിലും ടോപ്പായി നിൽക്കുന്ന ആൾക്കാരെന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി എംപ്ലോയി എൻഗേജ്മെന്റ് കൂട്ടാൻ പറ്റും, ടേൺ ഓവർ റേറ്റ് കുറയ്ക്കാൻ പറ്റും, ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഏകദേശം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വൈ ഈസ് അലൈനിങ് HR പ്ലാനിങ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി ക്രിട്ടിക്കൽ ഫോർ ആൻ ഓർഗനൈസേഷൻ സക്സസ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ വരുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് HR പ്ലാനിങ് ബിസിനസ് സ്ട്രാറ്റജിയുമായിട്ട് കണക്ട് ചെയ്ത് പോണത് ക്രൂഷ്യൽ ആവുന്നത്? അതെന്താണ്? കാരണം HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും ഒരേപോലെ വന്നാൽ മാത്രമാണ്, അതായത് ഓരോ ഓർഗനൈസേഷന്റെ ഗോൾസിന് അനുസരിച്ചിട്ടുള്ള HR സ്ട്രാറ്റജീസ് കൊണ്ടുവന്നാലാണ് ഓർഗനൈസേഷന്റെ സക്സസിന് ചാൻസ് ഉള്ളൂ. കാരണം ഓർഗനൈസേഷന്റെ ഗോൾസ് മീറ്റ് ചെയ്യാൻ പാകത്തിന് എംപ്ലോയി നീഡ്സ്, അവർക്ക് വേണ്ട സ്കിൽസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജിയും തമ്മിൽ അലൈൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മൾ മുന്നത്തുള്ള ആ ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ അലൈനിങ് HR പ്ലാനിങ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി? എന്തൊക്കെ സ്റ്റെപ്സ് ആണ് HR പ്ലാനിങ്ങും ബിസിനസ് സ്ട്രാറ്റജി നമ്മൾ അലൈൻ ചെയ്യണതിൽ വരുന്ന കാര്യങ്ങൾ? അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തൊക്കെ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. പ്രോപ്പർ ആയിട്ട് HR പ്രൊഫഷണൽസും ബിസിനസ് ലീഡേഴ്സും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരണം. അത് എംപ്ലോയീസിന്റെ സ്കിൽസ് കാര്യങ്ങൾ, ഡാറ്റ അനാലിസിസ് കറക്റ്റ് ആയിട്ട് നടക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അലൈൻ ചെയ്യണ സമയത്ത്, അതുപോലെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക, അത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ ടോപ്പിക്കാണ്. ചാലഞ്ചസ് പലപ്പോഴും കമ്മ്യൂണിക്കേഷണൽ ഗ്യാപ്പ് വരാം, അതല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് വരാം. അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം? കമ്മ്യൂണിക്കേഷനിലൂടെയും കൊളാബറേഷനിലൂടെയും ഡാറ്റ മെട്രിക്സ്, പെർഫോമൻസ് എൻഗേജ്മെന്റ്, അതായത് പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് അവരെ എൻഗേജ്മെന്റ്, എംപ്ലോയി എൻഗേജ്മെന്റ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ഇനി
Can you discuss best practices for aligning HR planning with business strategy based on examples from successful organization? നമ്മൾ നേരത്തെ നെറ്റ്ഫ്ലിക്സിന്റെ കാര്യങ്ങളും ജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ഇവിടെ പറയണത്. അതൊന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഈ ഒരു അലൈനിങ് കാരണം കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അത്. പിന്നെ ഹൗ ഡസ് അലൈനിങ് HR പ്ലാനിങ് വിത്ത് ബിസിനസ് സ്ട്രാറ്റജി കോൺട്രിബ്യൂട്ട് ടു ആൻ ഓർഗനൈസേഷൻസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? അത് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ ടോപ്പിക് തന്നെയാണ് അതും. അതായത് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിലെ ഒരു നീഡ്സ് മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇപ്പോഴേ സ്കിൽഡ് എംപ്ലോയീസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണെന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചർ വരുന്ന എല്ലാ നീഡ്സും നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതുവഴി നമുക്ക് ഓർഗനൈസേഷണൽ ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ എംപ്ലോയീസിനും വളരെയധികം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അവരുടെ സ്കിൽസിനനുസരിച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസ് വരും. അതും നമുക്ക് ഓർഗനൈസേഷൻ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പ്രീവിയസ് ഇയറിലെ ഡിസംബർ 2023 എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. What are the steps involved in aligning HR planning with business strategy? How can HR planning help an organization to achieve its strategic goals? നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് ആണ് വരുന്നത്. എന്തൊക്കെ സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നത്. ഇതിപ്പോ കഴിഞ്ഞ ടേം ആൻഡ് എക്സാമിനേഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ബേസിക് ആണ്. അപ്പോ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ബിസിനസ് പ്ലാനിങ് എന്താണ്, HR പ്ലാനിങ് എന്താണ്, ബിസിനസ് സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു, അതെങ്ങനെ അലൈൻ ചെയ്ത് പോകണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു, ഇമ്പാക്ട് എന്താന്ന് പറഞ്ഞു, അതിൽ വരുന്ന റിസ്ക് കാര്യങ്ങൾ, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ആ ചാലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം, പിന്നെ എന്തൊക്കെ സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടത് പറഞ്ഞു. അതുപോലെ എന്താണ് HR-ന്റെ റോള്, അതുപോലെ എന്താണ് ബിസിനസ് ലീഡേഴ്സിന്റെ റോള് ഈ പ്രോസസ്സിൽ എന്നുള്ളത് പറഞ്ഞു. ഇതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്, പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ചാലഞ്ചസ് എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആ ചാലഞ്ചസിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിന് വേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെ അത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓർഗനൈസേഷന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ കവർ ചെയ്തു പോയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് വരാം, അതിലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.